റവന്യൂ അനാലിസിസ്, മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് റവന്യൂ. അപ്പോൾ റവന്യൂ എന്ന് പറയുന്നത് ജനറലി ദാറ്റ് മണി വിച്ച് എനി ഫേം റിസീവ് ആഫ്റ്റർ സെയിൽ ഓഫ് ഇറ്റ്സ് പ്രോഡക്റ്റ്. ഒരു ഫേം അതിൻ്റെ പ്രോഡക്റ്റ് സെയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് കിട്ടുന്ന എമൗണ്ടിനെയാണ് നമ്മൾ റവന്യൂ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് സ്ട്രിക്ട്ലി റിലേറ്റഡ് ടു ഡിമാൻഡ്. അപ്പോൾ ഡിമാൻഡുമായിട്ട് നന്നായിട്ട് ഇത് റിലേറ്റഡ് ആണ്. ബേസിക്കലി ഇറ്റ്സ് ഗുഡ് സെയിൽ പ്രൊസീഡ്സ് ഓഫ് എ ഫേം ഡ്യൂറിങ് എ പെർട്ടിക്കുലർ ടൈം പീരീഡ്. അപ്പോൾ ഗുഡ് സെയിൽ പ്രൊസീഡ്സ് കിട്ടണമെങ്കിൽ കമ്പനിക്ക് നല്ല സെയിൽസ് വേണം. സെയിൽസ് ഉണ്ടെങ്കിലല്ലേ നല്ല സെയിൽ പ്രൊസീഡ്സ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ റവന്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി. അത് സിമ്പിളാണ്. നമ്മൾ പ്രൈസ് മൾട്ടിപ്ലൈഡ് ബൈ ക്വാണ്ടിറ്റി, അതാണ് സെയിൽ വാല്യൂ. ദ റവന്യൂ ഓഫ് എ ഫേം ഈസ് ഇറ്റ് സ്കെയിൽ റെസീപ്റ്റ് ഓർ മണി റെസീപ്റ്റ് ഫ്രം സെയിൽ ഓഫ് പ്രോഡക്റ്റ്. അതിൻ്റെ പ്രോഡക്റ്റ് സെയിൽ ചെയ്ത് അതിന് കിട്ടുന്ന എമൗണ്ടിനെയാണ് നമ്മൾ റവന്യൂ എന്ന് പറയുക. ഒരു കമ്പനിക്ക് അതിൻ്റെ പ്രോഡക്റ്റ് സെയിൽ ചെയ്ത് കിട്ടുന്നതിനെയാണ് റവന്യൂ എന്ന് പറയുന്നത്. Revenue is such amount which comes as a resultant of business activities for any firm. ഏതെങ്കിലും ഫേം ബിസിനസ് ചെയ്ത് അതിന് കിട്ടുന്നതിനെയാണ് അതിൻ്റെ റവന്യൂ എന്ന് നമ്മൾ പറയുക. ബട്ട് ഇൻ കോൺട്രറി ദ ഗവൺമെൻറ് ഇറ്റ് ഈസ് കളക്റ്റഡ് ഇൻ ദ ഫോം ഓഫ് ടാക്സ്, ഫീ, ഫൈൻ, ഇൻട്രസ്റ്റ്, ഗ്രാൻസ്, ട്രാൻസ്ഫർ. അപ്പോൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്താണെങ്കിൽ ഗവൺമെൻറ്റിന് എന്താണ് റവന്യൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം ടാക്സ്, ഫീസ്, ഫൈൻ, നമ്മളെ ഇൻ്റർ ഗവൺമെൻറ്റൽ ഗ്രാൻസ്, ട്രാൻസ്ഫേഴ്സ്. അപ്പോൾ അങ്ങനെ ഗവൺമെൻറ് അങ്ങനെയുള്ള ഐറ്റംസാണ് ഗവൺമെൻറ് റവന്യൂ എന്ന് പറയുന്നത്. പിന്നെ വന്നിട്ട് ഇനി നമുക്ക് പഠിക്കേണ്ടത് കോൺസെപ്റ്റ് ഓഫ് റവന്യൂ. കോൺസെപ്റ്റ് ഓഫ് റവന്യൂ എന്ന് പറയുന്നത് റവന്യൂവിനെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ടോട്ടൽ റവന്യൂ, ആവറേജ് റവന്യൂ ആൻഡ് മാർജിനൽ റവന്യൂ. ഓക്കെ, അപ്പോൾ റവന്യൂവിനെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ടോട്ടൽ റവന്യൂ, ആവറേജ് റവന്യൂ ആൻഡ് മാർജിനൽ റവന്യൂ. ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് ഇഫ് എ ഫേം സോൾഡ് 100 യൂണിറ്റ്സ് ഫോർ 10 ഈച്ച്. ഒരു ഫേം 100 യൂണിറ്റ്സ് സെയിൽ ചെയ്യാണ് 10 റുപ്പീസ് വെച്ചിട്ട്. റവന്യൂ എന്ന് പറയുന്നത് $1000 ആയിരിക്കും, 1000 rupees ആയിരിക്കും. Therefore, we can say that revenue refers to such amount which the firm gather by selling in certain units of commodity. അപ്പോൾ ടോട്ടൽ റവന്യൂ എന്ന് വെച്ചാൽ അതിൻ്റെ കമ്മോഡിറ്റി സെയിൽ ചെയ്തിട്ട് അതിന് കിട്ടുന്ന മൊത്തം റവന്യൂ എത്രയാണോ അതിനെയാണ് നമ്മൾ ടോട്ടൽ റവന്യൂ എന്ന് പറയുക. നമ്മൾ റവന്യൂ എന്നുള്ള കോൺസെപ്റ്റ് പറഞ്ഞല്ലോ, അതിൻ്റെ ഫുൾ റവന്യൂ, അതാണ് ടോട്ടൽ റവന്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്രയേ ഉള്ളൂ. അപ്പോൾ ടോട്ടൽ റവന്യൂ ഇസ് ഈക്വൽ ടു പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി ഓഫ് ദ കമ്മോഡിറ്റി സോൾഡ്. ഇനി ആവറേജ് റവന്യൂ. ആവറേജ് റവന്യൂ എന്ന് വെച്ചാൽ ദ റവന്യൂ വിച്ച് ഇസ് ഏൺഡ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്. റവന്യൂ വിച്ച് ഇസ് ഏൺ പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ഇസ് റെഫർഡ് ടു ആസ് ആവറേജ് റവന്യൂ. ആവറേജ് റവന്യൂ എന്ന് പറഞ്ഞാൽ റവന്യൂ ഏൺ പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ടാണ്. ഒരു ഔട്ട്പുട്ട് അല്ല പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ടിന് നമുക്ക് എത്ര റവന്യൂ കിട്ടി, അപ്പോൾ അതിനെയാണ് നമ്മൾ ആവറേജ് റവന്യൂ എന്ന് പറയുക. സിൻസ് പ്രൈസ് ഈസ് ടേക്കൺ ഓൾവേസ് അറ്റ് പെർ യൂണിറ്റ് ഓഫ് കമ്മോഡിറ്റി, ആവറേജ് റവന്യൂ ഇസ് നത്തിങ് ബട്ട് ഓൺലി പ്രൈസ് ഓഫ് 1 യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്. അപ്പോൾ ആവറേജ് റവന്യൂ എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ഒരു യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ടിൻ്റെ പ്രൈസിനെയാണ് നമ്മൾ ആവറേജ് റവന്യൂ എന്ന് പറയുക. ഇൻ സിംബോളിക് ഫോം ആവറേജ് റവന്യൂ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ്, നമുക്ക് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ആവറേജ് റവന്യൂ ഇസ് ഈക്വൽ ടു ടോട്ടൽ റവന്യൂ ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റി. ടോട്ടൽ റവന്യൂവിനെ ക്വാണ്ടിറ്റി വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആവറേജ് റവന്യൂ കിട്ടും. അപ്പോൾ ആവറേജ് റവന്യൂ AR ആണ്, ടോട്ടൽ റവന്യൂ TRQ, ക്വാണ്ടിറ്റി ഓഫ് ദ കമ്മോഡിറ്റി സോൾഡ്. അപ്പോൾ AR ആവറേജ് റവന്യൂ ഇസ് ഈക്വൽ ടു പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റി. അപ്പോൾ നമുക്ക് ആവറേജ് റവന്യൂ ഈക്വൽ ടു പ്രൈസ് ആണ്, കാരണം ക്യൂവും കട്ടായി പോവും. അപ്പോൾ ആവറേജ് റവന്യൂ ഇസ് ഈക്വൽ ടു പ്രൈസ് ആണ്. ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. For example, if a firm realized total revenue 5,000 by sale of 50 units, ഒരു ഫേം ടോട്ടൽ റവന്യൂ 5,000 റിയലൈസ് ചെയ്യാണ് 50 യൂണിറ്റ് സെയിൽ ചെയ്തുകൊണ്ട്. ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് ദ ആവറേജ് റവന്യൂ ഇസ് 100 rupees, 5,000 by 50, or firm has sold the commodity at a price of 100 per യൂണിറ്റ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്താ, ടോട്ടൽ റവന്യൂ 5,000 ആണെങ്കിൽ 50 യൂണിറ്റാണ് സെയിൽ ചെയ്തിട്ടുള്ളതെങ്കിൽ ഒരു യൂണിറ്റിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 100 per യൂണിറ്റ് ആയിരിക്കും, അല്ലെ ആവറേജ് റവന്യൂ എന്ന് പറയുന്നത് 100 per യൂണിറ്റ് ആയിരിക്കും. അതാണ് എക്സാമ്പിൾ. ഇനി മാർജിനൽ റവന്യൂ. മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത് നമ്മൾ അഡീഷണൽ ആയിട്ട് സെയിൽ ചെയ്യുന്ന യൂണിറ്റിൽ നമുക്ക് എന്ത് കിട്ടി. മാർജിനൽ റവന്യൂ ഇസ് ഡിഫൈൻഡ് ആസ് ദ ചേഞ്ച് ഇൻ ടോട്ടൽ റവന്യൂ ബൈ സെയിൽ ഓഫ് അഡീഷണൽ യൂണിറ്റ് ഓഫ് എ കമ്മോഡിറ്റി. ഒരു കമ്മോഡിറ്റിയിലെ ഒരു അഡീഷണൽ യൂണിറ്റ് സെയിൽ ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടി, അതിനെയാണ് നമ്മൾ മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ഓൾസോ ബി എക്സ്പ്ലെയിൻഡ് like a seller collect 2,000 by selling 200 unit, but after selling 201 unit its revenue is 2,200, then we can say that its marginal revenue is 200. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ 2,000 രൂപയ്ക്ക് 200 യൂണിറ്റ്സ് വിറ്റു.
പക്ഷേ 201 യൂണിറ്റ്സ് വിറ്റപ്പോൾ നമുക്ക് മൊത്തം 2200 റുപ്പീസ് കിട്ടി. അങ്ങനെയാണ് ആ 200നെ നമുക്ക് മാർജിനൽ റവന്യൂ ആയിട്ട് പറയാം. കാരണം ആ ഒരു യൂണിറ്റ് എക്സ്ട്രാ വിറ്റുകൊണ്ട് നമുക്ക് കിട്ടിയതാണെന്ന് പറയാം. We can say marginal revenue is the rate of change in total revenue resulting from sale of an additional unit. ഒരു അഡീഷണൽ യൂണിറ്റ് സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റവന്യൂവിനെയാണ് നമ്മൾ മാർജിനൽ റവന്യൂ എന്ന് പറയുക. അപ്പോൾ മാർജിനൽ റവന്യൂ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ടോട്ടൽ റവന്യൂ ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ടോട്ടൽ ക്വാണ്ടിറ്റി. അപ്പോൾ അതാണ് ഡെൽറ്റ ടി ആർ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ക്യൂ. ആ ട്രയാങ്കിൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഡെൽറ്റയാണ്. അപ്പോൾ ചേഞ്ച്, എൻ്റെ മീനിങ് എന്ന് വെച്ചാൽ ചേഞ്ച്, ഡെൽറ്റയാണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അത് ചേഞ്ച് എന്നാണ് എൻ്റെ മീനിങ്. അപ്പോൾ ചേഞ്ച് ഇൻ ടോട്ടൽ റവന്യൂ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി, അതാണ് മാർജിനൽ റവന്യൂ. ഇനി മാർജിനൽ റവന്യൂ MR, ക്യൂ ക്വാണ്ടിറ്റി, ഡെൽറ്റ TR റേറ്റ് ഓഫ് ചേഞ്ച്. ഇനി ഫോർ 1 യൂണിറ്റ് ചേഞ്ച് ഇൻ ഔട്ട്പുട്ട്, ഒരു യൂണിറ്റ് ഔട്ട്പുട്ട് ചേഞ്ച് ആകുമ്പോൾ അതാണ് മാർജിനൽ റവന്യൂ N ഇസ് ഈക്വൽ ടു ടോട്ടൽ റവന്യൂ N മൈനസ് ടോട്ടൽ റവന്യൂ N മൈനസ് 1. അപ്പോൾ ടോട്ടൽ റവന്യൂ നമ്മൾ ഇതിപ്പോൾ 5th ഇയറിൻ്റെ ടോട്ടൽ റവന്യൂ ആണെന്ന് വെച്ചോ, 5th ഇയറിൻ്റെ ടോട്ടൽ റവന്യൂ മൈനസ് 4th ഇയറിൻ്റെ ടോട്ടൽ റവന്യൂ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് മാർജിനൽ റവന്യൂ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ TRN എന്നുള്ളത് ഇപ്പോൾ TR5 മൈനസ് TR ഇപ്പോൾ 5 മൈനസ് 1, അപ്പോൾ 4th ഇയർ അല്ലേ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് MR5 ആണെങ്കിൽ നമുക്ക് അപ്പോഴത്തെ മാർജിനൽ റവന്യൂ 5th ഇയറിൻ്റെ മാർജിനൽ റവന്യൂ അറിയാൻ 5th ഇയറിൻ്റെ ടോട്ടൽ റവന്യൂ മൈനസ് 4th ഇയറിൻ്റെ ടോട്ടൽ റവന്യൂ ചെയ്താൽ മതി. അപ്പോൾ TR ടോട്ടൽ റവന്യൂ വെൻ സെയിൽസ് ആർ അറ്റ് ദ റേറ്റ് ഓഫ് N യൂണിറ്റ്സ് പെർ പീരിയഡ്, TRN-1 ടോട്ടൽ റവന്യൂ വെൻ സെയിൽസ് ആർ ദ റേറ്റ് ഓഫ് N-1 യൂണിറ്റ്സ് പെർ പീരിയഡ്. അപ്പോൾ ഇതാണ് ഇവിടെ ഉദ്ദേശിച്ചേക്കുന്നത്. ഓക്കെ.